ഹലോ! നമുക്ക് ഇന്നുള്ളൊരു വീഡിയോ ഒരു മീറ്റപ്പിൻ്റെ വീഡിയോ കേട്ടോ. മീറ്റപ്പ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പറഞ്ഞാൽ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുക പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ലൈഫിൽ. അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയ ലൈഫാണ് ഞങ്ങൾ ഈ 7 പേരുടെയും. ഇതിൽ 7 പേരില്ല, ഒരാൾ മിസ്സാണ്. അവളെ ഞങ്ങൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു മീറ്റപ്പ് വെച്ചപ്പോൾ അവൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾക്ക് തീരെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് +1, +2 കാലഘട്ടത്തിലാട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ എഫ്ബിയിലൊക്കെ ഓരോ റീൽസ് കാണാറില്ലേ? നിങ്ങൾ ഏത് പഠിക്കുന്ന ടൈം ഏത് കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ചോദിച്ചിട്ട് 10th, +1, +2, ഡിഗ്രി, PG അങ്ങനെയൊക്കെ. ഞങ്ങൾ അങ്ങനത്തെ റീൽ കണ്ട് അപ്പോൾ ഞങ്ങൾ കമൻറ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ +2 എന്ന്. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങളായിരുന്നു, കാലഘട്ടമായിരുന്നു +1, +2. ഇതിലിപ്പോൾ 2, 3 കിറ്റൊക്കെ ആയിട്ട് കയറി വന്നവൻ അനസാട്ടോ. അത് ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ്. അവരൊരു 3 ആളും കൂടിയിട്ടൊരു ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ 7 ആൾക്കാരും ഒരു മീറ്റപ്പ് വെക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരാൻ പറ്റുവെച്ചാൽ വാടാ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വന്നത്, അവൻ്റെ വരവ് പറഞ്ഞാൽ ഒരു 1 1/2 വരവായിരുന്നു. മാലപ്പടക്കമൊക്കെ പൊട്ടിച്ചിട്ടായിരുന്നു അവൻ്റെ എൻട്രി. പൊട്ടിച്ചത് കൂടാതെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ 2, 3 കിറ്റൊക്കെ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കഴിക്കാനുള്ള വല്ല ഫുഡ് ഐറ്റംസൊക്കെ ആവുമെന്ന്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. അതിലും പടക്കം തന്നെയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾ 7 സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. ഞങ്ങൾ +1, +2 പഠിച്ചത് കുന്നംകുളം ബോയ്സ് സ്കൂളിലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുന്നംകുളം ബോയ്സ് സ്കൂൾ പറഞ്ഞാൽ ഞങ്ങൾ ബീന മിസ്സാണ് ഞങ്ങൾക്ക് ഓർമ്മ വരിക. ബീന മിസ്സ് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഒരിക്കലും ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് ബീന മിസ്സ്. പക്ഷെ മിസ്സ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ മിസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയി കണ്ടിരുന്നു, സംസാരിച്ചിരുന്നൊക്കെ ഉണ്ട്. മിസ്സിനെ ഞങ്ങളെ നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾ 7 ആൾക്കാർ പറഞ്ഞാൽ അത്യാവശ്യം തല്ലുള്ളിത്തരമൊക്കെ കയ്യിലുള്ള ടീംസായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം നന്നായി പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മിസ്സിനെ എല്ലാവർക്കും ഞങ്ങൾ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 20 ഇയേഴ്സ് ആയിട്ടാണ്. ഞങ്ങൾക്കിപ്പോൾ 35ലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 35 വയസ്സായി ഞങ്ങൾക്ക്. പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ 35 വയസ്സുള്ളവരെ ഞങ്ങൾ അങ്കിൾ, ആൻറ്റി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഏജ് ആയപ്പോഴാണ് മനസ്സിലായത് ഇത്ര ചെറുപ്പം ആൾക്കാരാണ് 35 വയസ്സിലുള്ളവരെന്ന്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞത് വളരെ ശരിയാട്ടോ. കാരണം നമുക്ക് ഇത്ര വയസ്സായെങ്കിലും നമ്മുടെ മൈൻഡൊക്കെ പണ്ട് ഞങ്ങൾ +1, +2 പഠിക്കുന്ന ടൈമിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ മൈൻഡ് ഇപ്പോഴും. മക്കളേനൊക്കെ കാണുമ്പോഴാണ് ഇത്ര വലിയ മക്കളൊക്കെ നമുക്ക് ആയില്ലേ എന്നൊക്കെ ഓർമ്മ വരുന്നു, ചിന്ത വരുന്നേ. ഇപ്പോഴും നമ്മുടെ മൈൻഡൊക്കെ ആ +1, +2 കാലഘട്ടത്തിൽ തന്നെ. അതിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. രാവിലെ ഒരു 11 മണി തൊട്ടിട്ട് വൈകുന്നേരം ഒരു 6 മണി വരെ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു വിട്ട. ഷംലുവിൻ്റെ വീട്ടിലായിരുന്നു കൂടിയത്. ഇതിലത്തെ ഒരാളുടെ വീട്ടിലായിരുന്നു കൂടിയത്. അവളിപ്പോൾ നാട്ടിലെത്തിയതാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ നാട്ടിൽ വന്നാൽ ഞങ്ങളൊരു മീറ്റപ്പ് വയ്ക്കും. 2, 3 ആൾക്കാരൊക്കെ ഗൾഫിൽ സെറ്റിൽഡാണ്. അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ നാട്ടിൽ വന്നാൽ ഞങ്ങളപ്പം മീറ്റപ്പ് വയ്ക്കും. ഉള്ളവരൊക്കെ ആയിട്ട് മീറ്റപ്പ് വയ്ക്കും. ഈ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സംസാരിക്കാനും ഞങ്ങൾക്ക് വിഷയങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരു നേരം പോലും ഞങ്ങൾ വായടിച്ചിരുന്നിട്ടില്ല. അത്രമാത്രം വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം വരികയായിരുന്നു. ഒരു ജാതി മിസ്സിങ് ഫീലായിരുന്നു കേട്ടോ. പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു കലാവിരുതാണല്ലോ ഇരിക്കണ ബെഞ്ചുമ്മയും ഡെസ്കുമ്മയൊക്കെ അല്ലെങ്കിൽ ചെമരുമ്മയൊക്കെ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ലവറിൻ്റെ പേര് ഞങ്ങൾ എപ്പോഴും എഴുതിയേക്കും. ഞങ്ങൾ 7 സ്റ്റാർസ് എന്നാട്ടോ. ബെഞ്ചുമ്മയും ഡെസ്കുമ്മയും ചെമരുമ്മയും ഒക്കെ ഞങ്ങൾ 7 സ്റ്റാർസ് എന്ന് എഴുതിക്കും. അപ്പോൾ അന്നൊക്കെ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കളിയാക്കും, പിന്നെ ഈ +1, +2 കഴിഞ്ഞ് കാണാം, പിന്നെ ഒരു വിളി ഉണ്ടാവില്ല, ഒരു കോൺടാക്റ്റ് ഉണ്ടാവില്ല, ഇപ്പോഴത്തെ ഒരു തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും അഭിമാനത്തോടെ പറയാം അന്ന് എങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അതുപോലെ ഒന്നില്ലെങ്കിൽ അതിലേക്ക് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. 20 വർഷമായി എൻ്റെ ഒരു കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. ഇനി എപ്പോഴാണ് ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് ഒരു മീറ്റപ്പ് വെക്കാൻ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഒരു 20 വർഷമായതല്ലേ. അപ്പോൾ ഞങ്ങൾ 6 ആൾക്കാരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു. ശ്രീഷുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവളെ മിസ്സാവാണ്ടിരിക്കാൻ ഞങ്ങൾ എല്ലാ റീലിലും എല്ലാ വീഡിയോസിലും ഞങ്ങൾ അവളെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൽ കാണാം കേട്ടോ. കുറച്ച് ചെറിയൊരു 1, 2 റീൽസൊക്കെ ഞാൻ അതിൽ ആഡാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതൊക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അനസ് ഇതാ മാലപ്പടക്കാൻ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടാ. അവൻ ഗേറ്റുമ്മയും നിലത്തൊക്കെ ഇങ്ങനെ വിരിച്ച് കൂട്ടുന്നുണ്ട്. നാട്ടുകാരൊക്കെ ഞങ്ങൾ ഓടിയെത്തുമെന്ന് അറിയില്ല. ആ മാതിരിയാണ് ആ വിട്ട് കൂട്ടണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് നോക്കുകയാണ്. പിള്ളേർക്ക് നല്ല പേടിയാണ് മാലപ്പടക്കം പൊട്ടിക്കാൻ പറഞ്ഞാൽ. ഇതാട്ടാ ശ്രീഷു. ഇവിടെയാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഞങ്ങൾ 7 ആൾക്കാരിലത്തെ ഒരാൾ. അപ്പോൾ അവളതിൽ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാട്ടോ അതിൽ. പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞപ്പോൾ ആമ്മയും പാത്തൊക്കെ നല്ല വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അനസ് കുറച്ച് നേരം എടുത്തിട്ട് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഇതാ ഷമ്മിൽ കൊടുക്കുന്ന ഹെയർ ക്ലിപ്സും പെൻസൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാണ്. പിള്ളേർക്കൊക്കെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിള്ളേരൊക്കെ വളരെ സന്തോഷത്തിൽ അതിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ കുറച്ച് പോർഷൻസൊക്കെ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശ്രീഷു ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാണ്ടിരിക്കരുത് ഇനിയുള്ള പോർഷൻ. നിങ്ങളൊരു റീൽ ഉണ്ടാക്ക്, ഇന്ന മിസ് ചെയ്തിട്ടുള്ള ഒരു റീൽ ഉണ്ടാക്ക് കേട്ടാ, എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി പറഞ്ഞുകൊണ്ട് പരിപാടി കണ്ടെത്തലായിരിക്കണം. പൊന്നും മോളെ ശ്രീഷ്ണ, നീയൊക്കെ എല്ലാവരും അവരോട് പറയോ മരിച്ച ഫോട്ടോ പോലെ എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഇടയിൽ ആർക്കും മനസ്സിലാവാത്ത പോലെ പാതരാജ്ഞലിക്കണം ഇതേ പോലെ. അപ്പൊ എല്ലാവരോടും ബൈ. ഓക്കെ. അപ്പോൾ ശ്രീഷുവിന് ഞങ്ങൾ വീഡിയോ നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് അവൾ അറിയിച്ചു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഇനി ഓരോരുത്തരായിട്ട് പോവാനുള്ള തയ്യാറെടുപ്പാണ്. ചിലരൊക്കെ നല്ല ലോങ് എന്നൊക്കെ വരുന്നേ, വണ്ടിയിലും ബസ്സിലൊക്കെ വരുന്നവരാണ്. അപ്പോൾ മെല്ലെ ഓരോരുത്തർക്കായിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കണ തിരക്കിലാണ് ഷംലൂർ യൂഷൊക്കെ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നല്ല സൗഹൃദങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.